എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ GoPro ആയിട്ട് റിലേറ്റഡ് ആയ ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള ആക്ഷൻ ക്യാമറകളൊക്കെ വാങ്ങുന്നവർ മിക്കവാറും അഡ്വഞ്ചറസ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ആക്ഷൻ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ആക്ഷൻ ക്യാമറകൾ വാങ്ങുന്നത്. അപ്പോൾ GoProയെ പറ്റി അറിയുന്നവർക്കൊക്കെ അറിയാം, ഞാൻ ആ വീഡിയോയിലൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ GoProയുടെ കൂടെ അധികം ആക്സറീസ് ഒന്നും കിട്ടുന്നില്ല. പിന്നെ GoProയുടെ തന്നെ ആക്സറീസ് ആക്ഷൻ കിറ്റൊക്കെ വാങ്ങണ്ടെങ്കിൽ നല്ല കോസ്റ്റ്ലിയാണ്. GoProയുടെ ആക്സറീസ് പൊതുവേ നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഇതുപോലുള്ള അഡ്വഞ്ചറസ് ഇല്ലെങ്കിൽ ആക്ഷൻ വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുള്ളായ സംഭവമാണ് ഹെഡ് മൗണ്ടും ഷോൾഡർ മൗണ്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹെഡ് മൗണ്ട് അല്ലെങ്കിൽ ഷോൾഡർ മൗണ്ടിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. GoPro ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഇതിൻ്റെ ആക്സസറീസ് ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഹോളിഡേ ബണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് കോംബോ പാക്കുകളൊക്കെ വാങ്ങുമ്പോഴേ അത്യാവശ്യം ആക്സസറീസൊക്കെ കിട്ടാറുള്ളൂ. പിന്നെ നിങ്ങൾ വില കൊടുത്ത് വാങ്ങണം. ഇതിൻ്റെ GoPro ട്രാവൽ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്സസറീസിൻ്റെ കോംബോ പാക്കുകൾ നിങ്ങൾക്ക് ആമസോണിലൊക്കെ ലഭ്യമാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ GoProയുടെ കൂടെ കിട്ടുന്നില്ല, GoProയുടെ കമ്പനിയുടെ ആക്സസറീസൊക്കെ വളരെ കോസ്റ്റ്ലിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇതിന് സ്യൂട്ടബിളായ നമുക്ക് താങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള ഒരുപാട് ആക്സസറീസ് നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഒരു അടിപൊളി സംഭവമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് നമ്മളിന്നിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇത് 699 രൂപയ്ക്കാണ് വാങ്ങിയത്. രണ്ടും കൂടെ ഇല്ല ഒരു കോംബോ പാക്കാണ്. ഷോൾഡർ മൗണ്ടും ഹെഡ് മൗണ്ടും രണ്ടും കൂടിയുള്ള പാക്കാണിത്. 699 പറയുന്നത് എന്തുകൊണ്ട് നല്ല റേറ്റിനാണ്. ഈ സിംഗിൾ സാധനം ഉലാൻസി പോലുള്ള ബ്രാൻഡുകളൊക്കെ 1500 ആ റേഞ്ചിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹെഡ് മൗണ്ടും അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഇത് കുറച്ച് നല്ലൊരു ലാസ്റ്റ് ചെയ്യുന്ന കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ GoPro ഉപയോഗിക്കുന്നവർക്കറിയാം, അതിൻ്റെ കൂടെ പാക്കിൽ ആകെ ഒരു ഹെൽമെറ്റ് മൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. അതുകൂടാണ്ട് വേറൊരു ആക്സറീസും വരുന്നില്ല. ഹോൾഡ് ബണ്ടിലൊക്കെ വാങ്ങുമ്പോഴാണ് ചിലപ്പോൾ ഒരു ഗ്രിപ്പും സാധനങ്ങളൊക്കെ കിട്ടുന്നത്. പിന്നെ ഈ സാധനങ്ങളൊക്കെ എക്സ്ട്രാ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിൻ്റെ ഓരോ സാധനങ്ങളും നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടതാണ്. ഈ അഡ്വഞ്ചറസൊക്കെ ചെയ്യുന്നവർ എന്തായാലും ഒരുപാട് ആക്സറീസ് GoProയുടെ കൂടെ വാങ്ങേണ്ടി വരും. കാരണം ഈ ഒരൊറ്റ ക്യാമറ മാത്രമേ ആക്ച്വലി ഇതിൽ കിട്ടുന്നുള്ളൂ. പിന്നെ ഒരു ബാറ്ററിയും പിന്നെ എക്സ്ട്രാ ബാറ്ററി സാധനങ്ങളൊക്കെ നമ്മൾ GoProൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. ഓക്കെ, ഇതിടാൻ വേണ്ടിയിട്ടൊരു പൗച്ച് തന്നിട്ടുണ്ട്. ഏതായാലും നല്ല കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നിങ്ങളിതിൻ്റെ കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ നമ്മൾ ഇടുകയാണ് വേണ്ടത്. ഈ മോഡലാണ് നമ്മൾ ഇടേണ്ടത്. ഇത് ഫ്രണ്ട് സൈഡിൽ വരും. ഈ ഒരു പാർട്ട് ഇത് ഫ്രണ്ടിലാണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മളിത് ഇടുന്നത്. ഇതൊരു എലാസ്റ്റിക് ടൈപ്പ് സാധനമാണ്. അപ്പോൾ കുറച്ച് നല്ല ടൈറ്റായിട്ട് നിൽക്കും. വളരെ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഈ ഒരു പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്ന് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെയാണ് ആ ഒരു ക്ലാമ്പ് ചെയ്യേണ്ടത്. നമ്മളെ ഈ ഒരു സാധനം ഇതിൽ ക്ലാം ചെയ്യാൻ പറ്റുന്നതാണ്. ഇല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ കിട്ടിയിട്ടുണ്ട്, അതന്നെ നമുക്ക് ക്ലാം ചെയ്യാം. ഇതിൻ്റെ തന്നെ ആവശ്യമില്ല. ഓക്കെ, നല്ല കാര്യം. ഇതന്നെ ക്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. സോറി, ഇങ്ങനെയാണോ? ഓക്കെ, കണ്ട ഈ സാധനം GoProയുടെ കൂടെ കിട്ടിയതാണ്. ഇതിൽ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. വളരെ ഈസിയാണ്. ഇനി നമുക്ക് ഈ ഒരു പാക്കറ്റ് കൂടെ അഴിച്ചു നോക്കാം. ഇതാണ് ഹെഡ് മൗണ്ട് വരുന്നത്. ഹെഡ് മൗണ്ടിൻ്റെ കൂടെ ഈ ഒരു സാധനം ഇതിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്.
ക്യാമറ കണക്ട് ചെയ്യേണ്ട ഈ ഒരു പാർട്ട് ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു എന്താ പറയുക ട്രക്കിങ് ഇല്ലെങ്കിൽ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ക്യാമറ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു നമ്മളെ തലയിൽ നെറ്റിയിൽ ഈ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നവർ കണ്ടിട്ടുണ്ടാവും, ഈ തലയിൽ വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾക്ക് തലയിൽ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. നോർമലി ഇതിന് പറയുന്നത് ഹെഡ് മൗണ്ട് എന്നാണ്. ഓക്കെ, ഇതും ഈ ഒരു എലാസ്റ്റിക് ടൈപ്പാണ്, നല്ല ടൈറ്റായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഇതിൽ കണ്ട പോലെ ആ ഒരു ക്ലിപ്പില്ല, ഡയറക്റ്റ് ഇതിൽ തന്നെയാണ് മൗണ്ട് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണിത് ചെയ്യേണ്ടത്. ഇത് ലൂസാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഇത് ടേൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. മാക്സിമം ഈ ഒരു ലെവൽ തന്നെയായിരിക്കും സാധാരണ ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല, ഇതേപോലെ തന്നെ വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹെഡ് മൗണ്ട്. ഇനി ഷോൾഡർ മൗണ്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു ക്ലാമ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇപ്പം ചെയ്ത പോലെ തന്നെ ഇത് കണക്ട് ചെയ്ത് ഈ ഒരു സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യുക. ഓക്കെ, ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്കിതും അതുപോലെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു ഇത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ക്ലിപ്പ് ഉണ്ട്. നമ്മൾ അരയിൽ ഇത് കെട്ടുമ്പോൾ ഈ ഒരു ക്ലിപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. നമ്മൾ ഈ റോയിങ്ങും അല്ലെങ്കിൽ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, അതുപോലെ ക്ലൈംബിങ് ചെയ്യേണ്ട സംഭവത്തിനൊക്കെ ഈ രണ്ട് സംഭവങ്ങൾ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായ സംഭവമാണ്. അതുകൊണ്ട് ഗോപ്രോ ഉപയോഗിക്കുന്നവർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുക. ഒരുപാട് ചീപ്പായിട്ട് കിട്ടുന്ന ഒരുപാട് സാധനങ്ങൾ, ആക്സസറീസ് നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ ഗോപ്രോയുടെ സാധനമാണ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല കോസ്റ്റ്ലി ആവും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും വാങ്ങി വെക്കുക. എപ്പോഴെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാൻ നിങ്ങൾക്കൊരാവശ്യം വരും. പ്രത്യേകിച്ച് ഗോപ്രോ ഒക്കെ വാങ്ങുന്നവർ മിക്കവാറും ഇങ്ങനെ അഡ്വഞ്ചറസായ സാധനങ്ങൾ ഇല്ലെങ്കിൽ ആക്ഷൻ ടൈപ്പ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിക്കവാറും ഇങ്ങനെയുള്ള ഗോപ്രോ പോലുള്ള ആക്ഷൻ ക്യാമറകൾ വാങ്ങുന്നത്. അപ്പോൾ ഇതുപോലുള്ള ആക്സറീസൊക്കെ ഇതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും വേണ്ടുന്ന എന്താ പറയേണ്ടത്, നമ്മളെ കൂടെ തന്നെ കരുതേണ്ട ഒരു സംഭവം തന്നെയാണ് ഇങ്ങനെയുള്ള മൗണ്ടുകളും ഗ്രിപ്പുകളൊക്കെ. ഓക്കെ, പിന്നെ ഇത് ധരിച്ചിട്ടുള്ള ആ ഒരു വീഡിയോ സാമ്പിൾസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വീഡിയോ എത്രത്തോളം സ്മൂത്തായിട്ട് വരുന്നുണ്ട് എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഇതിൻ്റെ കൂടെ ലാസ്റ്റിൽ ഞാൻ കാണിക്കുന്നതാണ്. സാമ്പിൾ എന്തായാലും ഞാൻ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതാണ്. രണ്ടിലും വേറെ വേറെ തന്നെ എടുത്ത് കാണിക്കുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഗോപ്രോയുടെ റിലേറ്റഡായ വീഡിയോസൊക്കെ നമ്മൾ വീഡിയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അതിൽ ഓൾറെഡി ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഗോപ്രോയെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൗണ്ടുകളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പോൾ ആദ്യം ഹെഡ് മൗണ്ടിൻ്റെ വീഡിയോ കാണിക്കും. നമ്മൾ വണ്ടിയിൽ പോയിട്ട് കുറച്ചൊരു ക്ലിപ്പ് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻ്റ് എന്നൊക്കെ ഉള്ളത് നമ്മൾ കാണിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വന്നിട്ട് ഈ ഒരു ചെസ്റ്റ് മൗണ്ടിൻ്റെ വീഡിയോ കൂടെ അതിന് ശേഷം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഹെഡ് മൗണ്ടിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമ്മൾ ചെസ്റ്റ് മൗണ്ടിൻ്റെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.
അപ്പോൾ നമ്മൾ ഇത് ക്യാമറ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റിൽ കണക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ചെസ്റ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കാണിച്ച പോലെ തന്നെ നമ്മളൊരു ചെറിയ റൈഡ് കാണിച്ചിട്ട് നമ്മൾ ആ വീഡിയോ ക്ലിപ്പ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോവുകയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള യൂട്യൂബ് ബ്ലോഗിങ് അല്ലെങ്കിൽ ക്യാമറ റിലേറ്റഡായ സാധനങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളും ഇല്ലെങ്കിൽ ഐഡിയാസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അവർക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ ഓളൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ സമയാസമയം വരികയുള്ളൂ. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.